ആസ് ആൻ എഞ്ചിനീയർ എൻ്റെ ഒരു ചോദ്യമാണ്, നമ്മളിപ്പോൾ ഈ ഒരു വില്ല പ്രൊജക്റ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വില്ല പ്രൊജക്റ്റിലേക്കും നമ്മൾ കയറുമ്പോൾ ഒരുപാട് ഓപ്പൺ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് കുറച്ച് ലോസ് ആണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത്ര ഒരു ഏരിയ നമ്മൾ ഈ ഓപ്പൺ സ്പേസ് ആയിട്ട് കൊടുക്കുന്നത്? ശരിയാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്. അതായത് നിയമത്തിൻ്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ് ആണ് നമ്മുടെ ഈ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കീ ഹാൻഡ് ഓവർ കഴിഞ്ഞ പ്രൊജക്റ്റ് ആയാലും നമ്മളിനി ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ആയാലും, അതായത് ഇപ്പോൾ ഈ ഇതിൽ നമുക്ക് ഏകദേശം 70 സെൻറ്റോളം നമുക്ക് ഓപ്പൺ സ്പേസ് ആണ്. ഇനി കൊടുക്കാൻ പോകുന്ന പ്രൊജക്റ്റിൽ നമുക്ക് ഏകദേശം 90 സെൻറ്റോളം നമ്മൾ ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ ഒരു 42%-ലധികം നമ്മൾ ഓപ്പൺ സ്പേസ് നമ്മൾ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് അമ്യൂണിറ്റീസും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലയൻസിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ പറഞ്ഞില്ലേ, കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിൽ വിശാലമായിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ടും മക്കളായിട്ട് സ്പെൻഡ് ആയിട്ടുള്ള നമുക്ക് കോക്കനട്ട് ലാൻഡ് ഏരിയ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ പോണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഓപ്പൺ സ്പേസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ക്ലയൻസും പുറത്തുനിന്നുള്ളവരാണ്. അതായത് അപ്പാർട്ട്മെൻറ്റുകളിലും മെട്രോ സിറ്റീസിലും ജീവിച്ച് വന്നിട്ട് ഇവിടെ മണ്ണിനോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് നമ്മുടെ ഈ വില്ല പ്രൊജക്റ്റിലെ ഓരോ അംഗങ്ങളും. സോ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അവരെല്ലാവരും തന്നെ ഈ ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ ഭയങ്കര ഇതിൽ അട്രാക്റ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള ഇതാണ് പറഞ്ഞത്. വി ആർ ആൻസറബിൾ ടു ദ നേച്ചറാണ്.